ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതിയുടെ വിവരം അറിഞ്ഞുകൊണ്ട് സോഫയിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുവായിരുന്നു ശ്രുതി. അവന്റെ മനസ്സ് ഒരു കൊടുങ്കാറ്റിന്റെ നടുവിൽപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. അല്പം മുമ്പാണ് ബാമാന്റെ വീട്ടിലേക്ക് വന്നതും ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചതും. ശ്രുതി ഗർഭിണിയാണ്. ആ ഒരൊറ്റ വാചകം ശ്രുതിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഓളങ്ങളെല്ലാം തന്നെ ചെറുതല്ലായിരുന്നു. തന്റെ ഭാര്യ തന്നിൽ നിന്നും അകന്നു കഴിയുമ്പോൾ ഇപ്പോൾ തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്നു. ഒരു ഭർത്താവ് എന്ന നിലയിൽ ഇതിൽ പരം എന്തു സന്തോഷമാണ് അവന് വേണ്ടത്? എന്നാൽ ആ സന്തോഷം പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത വിധം അവൻ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു. കാരണം അവന്റെ മുന്നിൽ കൽപ്രതിമ പോലെ നിൽക്കുന്ന അമ്മ ചന്ദ്രമതി തന്നെ. ബാമ ആ വാർത്ത പറയുമ്പോൾ ചന്ദ്രമതിയുടെ മുഖത്തുണ്ടായ ഭാവം ശ്രുതിക്ക് വ്യക്തമായി ഓർമ്മയുണ്ട്. സന്തോഷത്തിന് പകരം കടുത്ത ദേഷ്യവും വെറുപ്പുമാണ് ആ കണ്ണുകളിൽ അവൻ കണ്ടത്. ബാമാൻറ്റി പോയി കഴിഞ്ഞ ഉടനെ തന്നെ ചന്ദ്രമതി ശ്രുതിയുടെ നേരെ തിരിഞ്ഞു. ആ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അവനോടുള്ള മുന്നറിയിപ്പ്. എങ്ങാനും അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് വല്ല പ്ലാനുമുണ്ടെങ്കിൽ അത് മനസ്സിലങ്ങ് വെച്ചാൽ മതി ശ്രുതി. അവൾ എങ്ങാനും ഈ പടി കയറി വന്നാൽ പിന്നെ ഈ വീട്ടിൽ ഞാൻ ഉണ്ടാവില്ല. എൻ്റെ ശവമായിരിക്കും ഞാൻ ഉണ്ടാവുന്നത്. അവൾ ഒരിക്കലും ഈ വീട്ടിൽ കാണരുത്. ചന്ദ്രമതി ഓരോ വാക്കുകളും തീപ്പൊരി പോലെയാണ് പുറത്തേക്ക് വന്നത്. അമ്മേ, ശ്രുതി എന്തോ പറയാൻ ശ്രമിച്ചു. വേണ്ട, നീ ഒന്നും പറയണ്ട. അവൾ എന്തുമാത്രം ചതിയാണ് ഈ കുടുംബത്തോട് ചെയ്തത് എന്ന് നിനക്കറിയില്ലേ? ഒന്നല്ല രണ്ടല്ല, എത്ര തവണ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കി. ഇനി അവളെ വിശ്വസിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയും പറഞ്ഞ ചന്ദ്രമതി അകത്തേക്കങ്ങ് നടന്നുപോയി. ശ്രുതിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. തൻ്റെ അമ്മയെ ധിക്കരിച്ച് ശ്രുതിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല. അമ്മ പറഞ്ഞത് തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ മറുപുറത്ത് തൻ്റെ ഭാര്യയാണ് ശ്രുതി. അവൾ ഗർഭിണിയായിരിക്കുന്നു. ഈ സമയത്ത് അവൾക്ക് വേണ്ടത് ഭർത്താവിൻ്റെ സാമീപ്യം സ്നേഹവുമാണ്. പാവം, അവൾ തന്നെ എത്രമാത്രം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ ചിന്തകൾ ശ്രുതിയെ വല്ലാതെ അലട്ടി. രാത്രി ഏറെ വൈകിട്ടും ശ്രുതിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിക്കുള്ളിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഈ വിവരം അച്ചമ്മയോടോ മറ്റാരോടെങ്കിലും പറഞ്ഞാലോ എന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ ചന്ദ്രമതിയുടെ കർക്കശമായി താക്കിയതുണ്ട്. ആരോടും ഇത് പറയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പോവഴി ഉണ്ടാവുമായിരുന്നു. എന്നാൽ അത് അമ്മക്ക് സഹിക്കാൻ കഴിയില്ല. അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിലൊരു വിട്ടുവീഴ്ചയുമില്ല. അവൻ പതിയെ മുറിയിൽ നിന്നും ഇറങ്ങി സിറ്റൗട്ടിലേക്ക് വന്നു. തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇരുട്ടിലേക്ക് നോക്കി അവനൊന്ന് നെടുവീർപ്പിട്ടു. പെട്ടെന്നാണ് പിന്നിലൊരു കാലൊച്ച കേട്ടത്. ചന്ദ്രമതിയായിരുന്നു അത്. എന്താടാ നിനക്ക് ഉറക്കമില്ലേ? എന്താ പ്രശ്നം? ചന്ദ്രമതിയുടെ ശബ്ദത്തിൽ ഗൗരവമുണ്ടായിരുന്നു. ശ്രുതി തിരിഞ്ഞു നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മേ, എനിക്ക് എൻ്റെ ഭാര്യയൊന്ന് പോയി കാണാൻ കൊള്ളാമെന്നുണ്ട്. എനിക്ക് ശ്രുതിയൊന്ന് കാണണം. പാവമല്ലേ അമ്മേ അവള്? ചന്ദ്രമതിയുടെ മുഖം വീണ്ടും അങ്ങ് കറുത്തു. അവളൊന്നും മിണ്ടാതെ അവനെ അങ്ങ് തുറപ്പിച്ചു നോക്കുകയാണ്. അമ്മേ, അവൻ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നമ്മൾ അവൾക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതല്ലേ? ഒരു ഭർത്താവിൻ്റെ സാമീപ്യം അവളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഈ സമയത്ത്? എനിക്കൊന്ന് പോയി കണ്ടാൽ മതി അമ്മേ, ശ്രുതി കെഞ്ചി ചോദിച്ചു. എടാ, അവളെപ്പോലൊരു പൊട്ടവളെ ഏതായാലും ഞാൻ ഈ വീട്ടിലേക്ക് കയറ്റില്ല. നീ എന്ത് ഭർത്താനാടാ ഈ പറയുന്നത്? അവൾ എന്തുമാത്രം ചതിയാ ഈ കുടുംബത്തോട് ചെയ്തത് നിനക്കറിയില്ലേ? എന്നോട് പോട്ടെ, നിന്നോട് എന്തുമാത്രം അവൾ ചതിയാ അവൾ ചെയ്തത്? അങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ അവൾക്ക്? ചന്ദ്രമതിയുടെ സ്വരം ഉയർന്നു. അമ്മേ, അത് അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ? അവളൊരു മനുഷ്യരില്ലേ? തെറ്റാണെങ്കിൽ ആർക്കും പറ്റൂ. വേണ്ട, കൂടുതലൊന്നും പറയണ്ട അമ്മേ. എൻ്റെ കുഞ്ഞല്ലേ അമ്മേ അവളുടെ വയറ്റിൽ വളർന്നത്. അമ്മ ഇനി എന്നെ ഇങ്ങനോട് ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രുതി കരയുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ ചന്ദ്രമതി ഒന്നും തന്നെ സമ്മതിച്ചില്ല. അന്ന് രാത്രി മുഴുവൻ ശ്രുതിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഊണും ഉറക്കവും പൂർണ്ണമായും തന്നെ നഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം ബാമ ശ്രുതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെന്നും എന്നാൽ ചന്ദ്രമതി സമ്മതിക്കില്ല കാരണമെന്നൊക്കെ ബാമ അറിയിച്ചു. ഇതറിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടമായി. എല്ലാത്തിനും കാരണം തൻ്റെ അമ്മയാണ്. അമ്മ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് തനിക്ക് ശ്രുതിയോട് അടുത്തേക്ക് പോകാൻ പോലും കഴിയാത്തത് എന്ന് അവൻ വിശ്വസിച്ചു. ശ്രുതിയുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ മറ്റൊരു രീതിയിലായിരുന്നു. ബാമ പറഞ്ഞ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ മീര ശ്രുതിയോട് പറയുന്നത്, ഇത്തവണ നിന്റെ റെമ്മറൊന്നും ഏറ്റില്ലല്ലോ ശ്രുതി. നിന്റെ നാടകമൊക്കെ പൊളിഞ്ഞ ലക്ഷണമുണ്ട്. ചന്ദ്രമതി ആൻറ്റിക്ക് നിന്റെ കള്ളത്തരമൊക്കെ മനസ്സിലാവും. ശ്രുതി ഒന്ന് പുച്ഛത്തോട് ചിരിച്ചു. അങ്ങനെയൊന്നും ഒരിക്കലും എൻ്റെ പ്ലാന് പൊളിയില്ല മീരെ. എനിക്കറിയാം ചന്ദ്രമതിയുടെ സ്വഭാവം. നീ നോക്കിക്കോടി, എന്നെ വിളിക്കാൻ ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നിരിക്കും. അങ്ങനെ അന്ന് വൈകുന്നേരം ശ്രുതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ രണ്ടും കൽപ്പിച്ച് ശ്രുതിയെ ഫോണിൽ വിളിച്ചു. ശ്രുതിയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ തന്നെ അവൾ മീരയെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. എന്നിട്ട് വളരെ സങ്കടം അഭിനയിച്ചുകൊണ്ട് തന്നെ ഫോൺ എടുത്തു. ഹലോ, വളരെ ക്ഷീണിച്ചൊരു സ്വരത്തിൽ തന്നെ അവൾ പറഞ്ഞു തുടങ്ങി. ശ്രുതി, അതെ, സത്യമാണോ ബാമാൻറ്റി പറഞ്ഞത്? ഒരു കാര്യം അറിഞ്ഞല്ലോ, നീ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം. ശ്രുതിയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആകാംക്ഷയുണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്രുതി ഒറ്റ കരച്ചിലായിരുന്നു. അഭിനയത്തിൻ്റെ പൂർണ്ണ രൂപം. ശ്രുതി, ഞാൻ ഗർഭിണിയാ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതി വേറെ കല്യാണം കഴിക്കാൻ പോവല്ലേ? എന്നെ ഡിവോഴ്സ് ചെയ്യാൻ പോവുമെന്നാ ഞാൻ അറിഞ്ഞത്. എനിക്കത് സഹിച്ചില്ല. എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി ശ്രുതി. എനിക്കറിയില്ല, ശ്രുതിയുടെ കുഞ്ഞ എൻ്റെ വയറ്റിലിപ്പോൾ വളരുന്നത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കുഞ്ഞിനെ കളയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ശ്രുതി.
പക്ഷേ അല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനില്ലാതെ ഞാൻ ഈ കുഞ്ഞിനെ വളർത്താനും എനിക്ക് പറ്റില്ലല്ലോ. അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. ശ്രുതിയുടെ ഹൃദയം അങ്ങ് ഉരുകിപ്പോയി. നീ വിഷമിക്കാതിരിക്കും ശ്രുതി, നീ ഇങ്ങനെ കരയല്ലേ, ഞാനൊന്ന് നോക്കട്ടെ, അമ്മയോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഫോൺ കട്ട് ചെയ്തപ്പോൾ ശ്രുതിയുടെ മുഖത്തൊരു വിജയച്ചിരി വിരിഞ്ഞു. മേരിയോട് അവൾ പറഞ്ഞു, അവൻ്റെ മനസ്സ് പാതി അയഞ്ഞിട്ടുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ എളുപ്പമാവും. എങ്ങനെയെങ്കിലും ശ്രുതിയെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളും, എനിക്കിനിയൊരു ടെൻഷനുമില്ല. ശ്രുതിക്ക് വീട്ടിൽ ഇരിക്കപ്പുറതെ ഇല്ലാതായി. ഫുഡ് പോലും അവൻ നേരാവണ്ണം കഴിക്കുന്നില്ല. അവൻ്റെ അസ്വസ്ഥത കണ്ടുകൊണ്ട് രവീന്ദ്രൻ ചന്ദ്രമതിയോട് വഴക്കിട്ടു. ചന്ദ്രേ, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്, കൊടും ക്രൂരതയാണ് നീ ഈ ചെയ്യുന്നത്. അവളൊരു അമ്മയാവ പോകുന്ന പെൺകുട്ടിയല്ലേ, അവളെ ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. ഒന്നുമില്ലെങ്കിലും ഈ കുടുംബത്തിൻ്റെ സന്തതിയല്ലേ അവളുടെ വയറ്റിൽ വളർന്നത്. ചന്ദ്രമതി ഒന്നും തന്നെ മിണ്ടിയില്ല. എന്നാൽ സുധീയുടെ മനസ്സിലെ ആഗ്രഹം മറ്റൊന്നും കൂടിയായിരുന്നു, അച്ചമ്മയുടെ സ്വത്തുക്കൾ. അച്ചമ്മ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ആദ്യം കുഞ്ഞുണ്ടാവുന്നവർക്ക് സ്വത്തിൽ കൂടുതൽ അവകാശം ലഭിക്കുമെന്ന്. വർഷയേക്കാൾ മുൻപിൽ ശ്രുതിയാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സ്വത്തുക്കൾ മൊത്തം തനിക്ക് കിട്ടുമല്ലോ എന്നൊരു ചിന്ത സുധിയുടെ ഉള്ളിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് തന്നെയാണ് ഈ വാർത്ത വന്നത്. എങ്ങാനും വർഷ പ്രഗ്നൻ്റ് ആയിരുന്നുവെങ്കിൽ ആ സ്വത്തുക്കൾ മുഴുവൻ തന്നെ ശ്രീരാം അങ്ങ് കൊണ്ടുപോയേനെ. ഈ ചിന്തയോട് കൂടി ശ്രുതി വീണ്ടും ചന്ദ്രമതിയുടെ അടുത്തേക്ക് പോയി. അമ്മേ, അച്ചമ്മ കൊടുക്കുന്ന സ്വത്തുകൾ അതെനിക്ക് കിട്ടണമെന്നല്ലേ അമ്മയുടെ ആഗ്രഹം? അമ്മയുടെ മൂത്ത മകൻ ഞാനല്ലേ, അപ്പോൾ പിന്നെ അതെനിക്ക് കിട്ടുന്നതല്ലേ അമ്മേ നല്ലത്? ചന്ദ്രമതി അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എടാ, അതൊക്കെ ശരി തന്നെയാ, പക്ഷേ നിന്റെ ഭാര്യ, അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അവൾ എത്ര തവണ നമ്മളെ... അമ്മേ, അതൊക്കെ വിട്ടുകളാമ്മ പ്ലീസ്. ശ്രുതി അമ്മയുടെ കാലിലങ്ങ് വീഴാൻ തുടങ്ങി. എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ല അമ്മേ, എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട്. എൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല അമ്മേ. ശ്രുതിയുടെ ഈ ഒരു കെഞ്ചലെല്ലാം കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിൽ പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു. അവൾ വീണ്ടും അഭിനയിക്കുകയാണല്ലോ. ഒരു പക്ഷേ ഈ കള്ളഗർഭം പൊളിക്കാൻ ഇതിലും നല്ലൊരു അവസരം കിട്ടില്ല. ശരി, ചന്ദ്രമതി പറഞ്ഞു, നിന്റെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിൽ ആഗ്രഹം നിറവേറ്റി തരാം. സുധിയുടെ മുഖം തെളിഞ്ഞു. സത്യമാണോ അമ്മേ? അമ്മ കാര്യമായിട്ട് പറയാണോ? അതെ, നാളെ നമുക്ക് പോയേക്കാം, അവളെ വിളിച്ചോണ്ട് വരാം, ചന്ദ്രമതി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. സുധി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. നാളത്തെ ദിവസത്തിനായി അവൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അവളെ കൂട്ടിക്കൊണ്ടു വന്നാൽ മതി എന്നൊരു ചിന്ത മാത്രമേ ഇപ്പോൾ സുധിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചന്ദ്രമതി ഈ തവണ ബുദ്ധിപൂർവ്വം തന്നെ കളിക്കാൻ തീരുമാനിച്ചു. അന്ന് വൈകുന്നേരം അവൾ സച്ചിയെ രഹസ്യമായി വിളിച്ചു. സച്ചി കുടുംബത്തിലെ ഒരു വിശ്വസ്തനാണ്. കാര്യങ്ങളൊന്നും തന്നെ സച്ചി അറിഞ്ഞിരുന്നില്ല. സച്ചി, നാളെ നീ ശ്രുതിയോട് അടുത്തേക്ക് പോകണം, എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണമെന്ന് ചന്ദ്രമതി ഗൗരവത്തിൽ പറഞ്ഞു. എന്താമേ, എന്താ കാര്യമെന്ന് സച്ചി ചോദിച്ചു. ചന്ദ്രമതി ചുറ്റും നോക്കിയിട്ട് പതുക്കെ പറഞ്ഞു, സച്ചി, ഒരു വിഷമമുണ്ട്. അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞ് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അത് നേരാണോ നുണയാണെന്നൊന്നും ഞങ്ങൾ അറിയത്തില്ല. ഇതിനു മുൻപ് പല കള്ളത്തിലും പറഞ്ഞ് അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതല്ലേ. നിന്റെ സഹായം എനിക്ക് വേണം സച്ചി. സച്ചിയുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഓ, അതാണോ? അത് ഞാൻ ഏറ്റവുമേ. നമ്മളിത് പൊളിച്ചെടുക്കും. കള്ളത്തരമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അത് കണ്ടുപിടിക്കും. സച്ചി ചന്ദ്രമതിക്ക് വാക്കു കൊടുത്തു. ഇതെല്ലാം തന്നെ ശ്രുതി അറിയാതെയാണ് അവർ പ്ലാൻ ചെയ്തത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ശ്രുതി നേരത്തെ എഴുന്നേറ്റ് റെഡിയായിട്ട് നിന്നു. ചന്ദ്രമതിയും യാത്രക്ക് തയ്യാറായി. നമുക്ക് സച്ചിയുടെ കാറിൽ പോവാം, ചന്ദ്രമതി പറയാണ്. അമ്മേ, എൻ്റെ കാറിൽ പോയാൽ പോരെ എന്ന് ശ്രുതി ചോദിച്ചു. ഏയ്, സച്ചി കൂടെ വരട്ടെ, അവനെ വിളിച്ചുകൊണ്ട് നമുക്ക് അവൻ്റെ കാറിൽ പോവാമെന്ന് ചന്ദ്രമതി നിർബന്ധം പിടിക്കുകയാണ്. ശ്രുതിക്ക് അതിൽ എതിർപ്പൊന്നും തോന്നിയില്ല. കാരണം അവൻ്റെ മനസ്സ് പോകാൻ ശ്രുതിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവളെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് മാത്രമായിരുന്നു. രവീന്ദ്രനും അവരോടൊപ്പം വരാൻ തയ്യാറായി. എന്നാൽ ചന്ദ്രമതി അത് വിലക്കി. നിങ്ങൾ വരണ്ട, ഞങ്ങൾ പോയിട്ട് ശ്രുതി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. രവീന്ദ്രൻ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ്. ശ്രുതി നേരെ ശ്രുതിയെ വിളിച്ചിട്ട് തങ്ങൾ വരുന്ന കാര്യമെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ശ്രുതി വിളിച്ചു പറഞ്ഞപ്പോൾ മുതൽ ശ്രുതിയുടെ വീട്ടിൽ വലിയ ഒരുക്കങ്ങളായിരുന്നു. മീര അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും ആ കുടുംബത്തിലുള്ളവർ ഇത്ര മണ്ടന്മാരായി പോയല്ലോ ശ്രുതി, മീര അത്ഭുതത്തോടെ പറഞ്ഞു. നീ വീണ്ടും അവരെ മണ്ടന്മാരാക്കുന്ന സമയത്ത് അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. കുറേ കഷ്ടമുണ്ട് കേട്ടോ. വീണ്ടും അവരെ പൊട്ടയാക്കുകയല്ലേ നീ? എടി, എങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം ഒരു തീരുമാനമാവും, അത് നീ ഓർത്തോ. ശ്രുതി വളരെ ലാഘവത്തോടെ ചിരിച്ചു. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലടി, അവരെന്നെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഉടനെ തന്നെ എന്നെ കൂട്ടാനായിട്ട് അവരിങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയുമില്ല. ഞാൻ ഇനി അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എൻ്റെ വയറ്റിലൊരു കുഞ്ഞങ്ങ് അബോട്ടായി പോയി എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും പ്രഗ്നൻ്റ് ആവാൻ നോക്കും. നീ കണ്ടോടി മീരെ, എൻ്റെ അടുത്ത ചന്ദ്രമതിയുടെ കളി. അവരെക്കാളും വലിയ ആൾ വന്നാലും എൻ്റെ അടുത്തൊന്നും തന്നെ നടക്കില്ല. മീര തലയാട്ടി. ശരി ശരി, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. അങ്ങനെ ശ്രുതി തൻ്റെ ബാഗും സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്ത് വെച്ചു. അധികം വൈകാതെ തന്നെ ചന്ദ്രമതിയും ശ്രുതിയും സച്ചിയും അങ്ങോട്ടേക്ക് എത്തി. ശ്രുതിയെ കണ്ടപ്പോൾ ശ്രുതി ഓടിച്ചെന്ന് അവനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ശ്രുതിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവൻ സ്നേഹത്തോടുകൂടി ഇങ്ങനെ തലയിൽ തലോടി. ചന്ദ്രമതി വളരെ സ്നേഹത്തോടുകൂടി അവളോട് പറഞ്ഞു, മോളെ, എന്തായാലും ഈ ഒരു തവണത്തേക്ക് നിന്നോട് ക്ഷമിക്കാൻ ഞാൻ തീരുമാനിച്ചു. നീ പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെയൊന്നും നീ വീട്ടിലുണ്ടാവരുത്.
ശ്രുതി വളരെ വിനയത്തോട് പറഞ്ഞു, ഇല്ല ആൻറ്റി, എനിക്കൊരു അബദ്ധം പറ്റിയ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. സന്തോഷത്തോടെ മീരയോട് യാത്ര പറഞ്ഞ് ശ്രുതി കാറിലേക്ക് കയറി. പെട്ടിയും പ്രമാണവും എല്ലാം കാറിന്റെ ഡിക്കിലേക്ക് വെച്ച് സച്ചി ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു. മുന്നിൽ ചന്ദ്രമതിയും പിന്നിൽ ശ്രുതിയും. കാറ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ശ്രുതി പുറത്തേക്ക് നോക്കി. വല്ലാത്ത സംശയം അവൾക്ക് തോന്നി. ഈ വഴി വീട്ടിലേക്കല്ലല്ലോ പോകുന്നത്, കാറും മറ്റൊരു ഹൈവേയിലേക്കാണ് കയറിയത്. ശ്രുതിയുടെ നെഞ്ചെടുപ്പ് കൂടി. അവൾ പതുക്കെ ചോദിച്ചു, അല്ല, നമ്മളിത് ഏത് വഴിയാണ് പോകുന്നത് അമ്മേ? വീട്ടിലേക്കല്ലേ പോകുന്നത്? മുന്നിൽ നിന്നും സച്ചി ചിരിച്ചോണ്ട് പറഞ്ഞു, ഇപ്പൊ വീട്ടിലേക്കല്ല, ഇത്തിരി കഴിഞ്ഞിട്ടാ വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അതെന്താ, പിന്നെ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത്? ശ്രുതിയുടെ ശബ്ദത്തിൽ ഭയം കലർന്നു. സച്ചി മീറ്ററിലൂടെ അവൾ ഇന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാ. എന്ത്, ഹോസ്പിറ്റലിലേക്കോ? ശ്രുതിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അതെ, പ്രഗ്നന്റ് ആണെന്നല്ലേ പറഞ്ഞത്, പോയി ചെക്കപ്പ് നടത്തിയിട്ട് വീട്ടിലേക്ക് പോകുന്നതല്ലേ നല്ലത്, അമ്മ പറഞ്ഞു. സച്ചി വളരെ കൂളായി പറയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി തിരിഞ്ഞു നോക്കി പറഞ്ഞു, അതേ മോളെ, പ്രഗ്നന്റ് അല്ലേ? അപ്പോൾ ഇതിനായിട്ട് നിനക്ക് ചെക്കപ്പ് ഒന്നും നടത്തിയിട്ടില്ലോ. അപ്പോൾ ചെക്കപ്പ് ഒക്കെ നടത്തിയിട്ട് മാത്രം വീട്ടിലേക്ക് പോയാൽ മതിയെന്ന് ഞാൻ കരുതി. ശ്രുതി പൂർണ്ണമായി അങ്ങ് പെട്ടുപോവാണ്. അവളുടെ മുഖം വിളറി വെളുത്തു. എന്ത് പറയണമെന്നറിയാതെ അവളിങ്ങനെ വിക്കി. അത് പിന്നെ അമ്മേ, ആൻറ്റി, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാം, പിന്നെ ഞാൻ സുധിയും കൂട്ടിയിട്ട് വേറെ സാവകാശം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറയും. ചന്ദ്രമതിയുടെ ശബ്ദത്തിൽ ഇപ്പോൾ പരിഹാസത്തിൻ്റെ ഒരു ചിരി ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ട മോളെ, ഇപ്പോൾ കയ്യോടെ പോയി ചെക്കപ്പ് നടത്തണം, അതല്ലേ അതിൻ്റെ ഒരു ശരി. ശ്രുതിയെ നോക്കി. അവൻ ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ വരാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളായി പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. സച്ചിയുടെ മുഖത്ത് വക്രച്ചിരി ശ്രുതി കണ്ടു. ചന്ദ്രമതിയുടെ കണ്ണുകളിലെ ആ ഒരു തണുത്ത നോട്ടം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. തൻ്റെ കള്ളക്കളികളെല്ലാം തന്നെ അവസാനിക്കാൻ പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്നാൽ പിന്നെ ഡോക്ടർ പരിശോധിച്ച് പ്രഗ്നന്റ് അല്ല എന്ന് സത്യം പറയും. അതോടുകൂടെ ഈ കുടുംബത്തിൽ തനിക്കുള്ള അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെടും. കാറ് അതിവേഗം തന്നെ ഹോസ്പിറ്റൽ ലക്ഷ്യമായി കിതച്ചുകൊണ്ടിരുന്നു. ശ്രുതിയുടെ മനസ്സിൽ 1000 ഇടിവാളുകൾ മിന്നിമറയുന്നത് പോലെ തോന്നി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കാറിങ്ങനെ നടന്നു നീങ്ങുന്ന സമയത്തിന് ഇനി എന്ത് സംഭവിക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ശ്രുതി ആകെ സങ്കടപ്പെട്ട് ഇനി എന്താ വരാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടെ അങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.